Hey guys, welcome back to my channel. So നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കോളേജ് വ്ലോഗ് അല്ല, കോളേജ് കഴിഞ്ഞു. എന്നാലും ഇന്ന് കോളേജിൽ ഫീസ് ഒക്കെ അടയ്ക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് പോകണം. ചേച്ചിയില്ല, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം ശോകമായിരിക്കും വിചാരിക്കും. എന്നാലും നമുക്കൊരു സോളോ ഔട്ടിങ് ഒരു വ്ലോഗ് എടുക്കാം. This is my outfit. എക്സാമിന് കോളേജിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എക്സാം വ്ലോഗൊക്കെ എടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നടന്നില്ല. എക്സാം അവിടെ ചെല്ലുന്നു, പഠിക്കുന്നു, കയറുന്നു, എക്സാം കഴിഞ്ഞ് തിരിച്ചുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് വ്ലോഗ് എടുക്കാനാണെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ നന്നായിട്ട് എടുക്കാമായിരുന്നു, പക്ഷേ എന്നെക്കൊണ്ട് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു നല്ല വ്ലോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. മിക്കവാറും ഇത് കുളമാകാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ അത് ഞാൻ നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കാം. ഇവിടെ എല്ലാം മഴ പെയ്തിട്ട് വെള്ളമാണ്. ഇതെന്തോ കുഴൽക്കിണറിൻ്റെ സംഭവം കേട്ടോ. എൻ്റെ ബാഗ് ആണെങ്കിൽ നനയുന്നുണ്ട്. നനയുമോ എനിക്ക് അറിഞ്ഞൂടെ. ഷൂവിൻ്റെ ലേസ് കഴിഞ്ഞ് ഈ ബാഗിൽ നനയുന്നു. ടവലെടുത്തില്ല, കുടയെടുത്തില്ല. എൻ്റെ കാര്യം നിങ്ങൾ ആലോചിക്കും. പുറത്ത് പോവാം, നല്ല മുടിഞ്ഞ വെയിൽ, എന്നിട്ട് ഞാൻ ഇതൊന്നും എടുത്തില്ല. ഓടിച്ചാടിങ്ങ് പോകും. വണ്ടി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അറിയാണ്ട് നിൽക്കണം. നമ്മൾ വീഡിയോ എടുക്കുകയെന്ന് ആർക്കും മനസ്സിലാവരുത്. അതിനാണ് നമ്മൾ അങ്ങനെ നിന്നത്. കണ്ടോ, വെയിലത്ത് നല്ല രസമുണ്ട്. പക്ഷെ ടാൻ ആവുമെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. അതുകൊണ്ട് നമുക്ക് വെയിലത്ത് നിന്ന് മറിഞ്ഞ് നിൽക്കാം. വണ്ടി വരാൻ സമയം എടുക്കുന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ പല കോപ്രായങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അത് നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. നല്ല രസമുണ്ടല്ലോ. സോ ഞാൻ ബസ് കയറിയോടെ വന്നു. ഇനിയിപ്പം ഫോം ഫില്ല് ചെയ്ത് ഫീസൊക്കെ അടച്ചിട്ട് നേരെ തിരിച്ചു പോകും. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇത് മാത്രമേ ചെയ്യാനാണ് ഇത്രയും ദൂരം നമ്മൾ വന്നത്. അങ്ങനെ മടുത്തു പോയി. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല. സമയം 11:30 അങ്ങോട്ട് ആയിട്ടുണ്ട്. ഇവിടെ രാവിലെ ഇപ്പം നടക്കാൻ പോകുന്ന ശീലമുണ്ട് 2 ദിവസമായിട്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് മടുത്ത് നടപ്പും കഴിഞ്ഞിട്ട് ഫുഡൊന്നും കഴിക്കാണ്ട വന്നു. അതിൻ്റെ നല്ല ക്ഷീണമുണ്ട്, നല്ല വിശപ്പുണ്ട്. ഇനി തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും ലൈം വെള്ളം മേടിച്ച് കുടിക്കുക. അപ്പം ഫില്ലൊക്കെ ചെയ്തിട്ട് ഇതുണ്ടോ, ഷൂസിൻ്റെ ലേസ് കഴിഞ്ഞു പോയി. അതിന് എനിക്ക് കെട്ടാൻ വയ്യ. ഏതായാലും കോളേജിൽ നിന്ന് ഓഫീസിൽ കയറുമ്പോൾ ഷൂസ് അഴിക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം അങ്ങ് അഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ വീണ്ടും കെട്ടിയാൽ അവിടെ വീണ്ടും അഴിക്കണം. ഒന്നാമത് എനിക്ക് ഷൂസ് കെട്ടിയിട്ട് അഴിക്കുന്നതും ഊരുന്നതും ഇഷ്ടമില്ലാത്ത കാര്യം. പിന്നെ കഴിഞ്ഞിരുന്നാൽ അതിന് ഞാൻ വിചാരിക്കുന്നു ബാഗ് ഇട്ടേക്കുന്നുണ്ട് കാണത്തില്ല, അതുകൊണ്ട് എനിക്ക് പോകും. ഇതാണ് ഗൈസ് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആരുമില്ല, എല്ലാം ജനലും അടച്ചിട്ടിരിക്കുക. ശരി, ഹോസ്റ്റലിൽ പൂട്ടിയിട്ടിരിക്കുക കേട്ടോ. ഹോസ്റ്റലിൽ ആരുമില്ല, അടച്ചിട്ടേക്കോ. അപ്പോൾ ഗൈസ് ഫോമെല്ലാം ഫില്ല് ചെയ്തിട്ട് അന്നേരം തിരക്കായിരുന്നു. അപ്പോൾ 3rd ഇയേഴ്സിൻ്റെ എന്തോ സംഭവമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇത് തിരക്ക് പിടിച്ച് HODയുടെ ഒപ്പൊക്കെ വാങ്ങി ഞാൻ വേഗം ഫോം ഫില്ല് ചെയ്തിട്ട് വരുമായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം നേരെ ഫോം ഫില്ല് ചെയ്തിട്ട് പോയി. നല്ല വിശക്കുണ്ടായിരുന്നു. ഞാൻ ചെന്നതേ വണ്ടി വന്നു. ഞാൻ ഓടി, എന്നെ കണ്ടക്ടർ ഓടി വരാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഓടി വരുമായിരുന്നു. അപ്പോഴത്തേക്കിനും ഞാൻ എപ്പോഴും ഇത് കാണിക്കുന്ന പോലെ മലയും കാടും കുന്നും കോളേജ് വ്ലോഗിലെല്ലാം എപ്പോഴും ഉള്ളതാണ്. അത് മുടക്കാതെ കിട്ടിയേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നേരെ കഴിക്കാനായിട്ട് പോയി. അപ്പോഴത്തേക്കിനും എനിക്ക് സാൻഡ്വിച്ച് കഴിക്കാൻ കൊതി തോന്നിയിട്ട് ഞാൻ സാൻഡ്വിച്ച് കഴിച്ചു. അപ്പോഴത്തേക്കിനും പിന്നെ ഒരു ഷാർജയും കുടിച്ചു. അപ്പം എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് ഇങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ എക്സാമിന് പോയിട്ട് ഒറ്റയ്ക്ക് കുറച്ച് വീട്ടിൽ നിന്ന് പോയിട്ട് വന്നപ്പോൾ എനിക്ക് അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു മരുന്നൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ മേടിച്ചിട്ട് ഈ പാലത്തിൻ്റെ മണ്ടേക്കൂടെ നടക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇതിൻ്റെ മണ്ടേക്കൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടിട്ട് റോട്ടിൽ കൂടെ പോകുന്ന വിചാരിക്കും ഈ പെങ്കൊച്ച് എന്തും ഈ കാണിക്കുന്നേ. ഞാൻ എന്നിട്ട് ആ വെയിലത്തോടൊരു കുട പോലും ഇല്ലാണ്ട് ഞാൻ കരിമ്പാറ്റ കുഞ്ഞായിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. പിന്നെ കേസ് അതുവഴി നടക്കുന്നത്. നിങ്ങളെ ആ ഒരു ദൃശ്യം കാണിക്കാനാണ് ഞാൻ ഈ നടക്കുന്നത്. എന്തൊക്കെ കാണിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. കേസ് ഞങ്ങൾ വന്നിട്ട് ലാപ്പിലും ഗെയിമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഇപ്പോൾ അങ്ങനെ സോംബീനെ കൊല്ലുന്ന ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ ഇങ്ങനെ അവരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെല്ലാവരുടെ ബോറടിച്ചപ്പോൾ ക്യാരംസ് കളിച്ചു. അങ്ങനെ നമ്മളെല്ലാം ക്യാരംസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷട്ടിൽ കളിക്കുന്നതിന് മുമ്പ് ഷട്ടിൽ, ക്രിക്കറ്റ്, ക്യാരംസ് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. വെക്കേഷന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കുഞ്ഞു